നമ്മളെ 220 വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളെ 220 കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഭയങ്കര മിസ്സിങ് ആട്ടോ. അന്ന് ടാങ്ക് ക്ലീൻ ചെയ്ത വീഡിയോ നമ്മളെ ഇതിലിട്ട് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം. അന്ന് ചെറിയൊരു ടൂള് ഇല്ലായിട്ടാണ് നമ്മളന്ന് അയക്കാൻ. ആ വെച്ച് ഈ സൈഡ് കവർ ഊരണം കേട്ടോ. സീറ്റ് ഊരുക. അടിയത് സൈഡ് വന്നാൽ ഒരു 10 ബോൾട്ടിൻ്റെ ദൂരാണ്ട് കേട്ടോ. സൈഡ് കവറിൻ്റെ ദൂര അന്ന് ഇത് കാർബറേറ്റർ ഊരാത്തത് അവിടെ ഒരു എല്ലെങ്കിൻ്റെ ഒരു ഇതാട്ടോ സ്ക്രൂ വരുന്നത്. പിന്നെ ഒരു സ്റ്റാർ ആട്ടോ വരുന്നത്. അപ്പോൾ അന്ന് കാർബറേറ്റർ മാറ്റിയപ്പോൾ അങ്ങനെ ഇട്ടതാട്ടോ സംഭവം. സ്റ്റാറില്ലായിട്ട് സ്റ്റാർ എന്താ പറയുക പിരി പോയിട്ട് എല്ലെങ്കിൽ മാറ്റിയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് ഈ ടൂള് ഈ അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് ഊരാൻ കഴിയാതിരുന്നത് കേട്ടോ. ഇത് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാർബറേറ്ററിൻ്റെ ഇൻസുലേറ്ററിൻ്റെ ഭാഗത്ത് വരുന്ന ആ 2 സ്ക്രൂ നമ്മൾ ഊരിയെടുക്കണം കേട്ടോ. ആദ്യം വരുന്ന ഇത് ഊരിയിട്ടിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രൂ ഊരിൻ്റെ അതിനടുത്ത് നമ്മൾ സ്റ്റാർ സ്ക്രൂ കൂടി ഊരാണ്ട് കേട്ടോ. കാർബറേറ്ററിൻ്റെ ഈ ഭാഗത്തുള്ള ഈ പുറകിലെ ഭാഗത്തില്ലേ അവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അതൊന്ന് ലൂസാക്കി ഇടണേ. നമ്മളെ കാർബറേറ്ററിലെ ഇൻസുലേറ്ററില്ലേ അതിപ്പോൾ നല്ല ഉറച്ച് കിടക്കുക കേട്ടോ. ഉറപ്പായി കിടക്കുക കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ആക്ഷനൊക്കെ ഉണ്ടാവുന്നത് നല്ല ഉറപ്പായി കിടക്കുക കേട്ടോ. അപ്പോൾ അത് മാറ്റണം കേട്ടോ. നമ്മളെ കാർബറേറ്ററിൻ്റെ സ്ക്രൂ ഒക്കെ ലൂസാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനം ഇങ്ങോട്ട് മെല്ലെ ഇങ്ങനെ വലിച്ചാൽ ഇതാ ഇങ്ങോട്ട് വരും കേട്ടോ. കാർബറേറ്റർ ഇങ്ങോട്ട് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ എൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെ ഇതും നെറ്റ് വരണം കേട്ടോ. അവിടെ നമ്മൾ ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെ നെറ്റ് ലൂസാക്കുക കേട്ടോ. നമ്മളെ കേബിള് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാർബറേറ്റർ കേട്ടോ. നമ്മളെ കാർബറേറ്റർ വരുന്ന 220 ഓവർഫ്ലോ ഹോസും അതേപോലെ തന്നെ ടാങ്കിൽ നിന്ന് വരുന്ന ഹോസൊക്കെ റിമൂവ് ചെയ്യണം കേട്ടോ. കാർബറേറ്ററിൻ്റെ ആ ടോപ്പിലെ ഈ 4 സ്ക്രൂ ഊരിയെടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അടിയിലുണ്ട്. അടിയിലെ 4 സ്ക്രൂ അത് ഊരിയെടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ടോപ്പിലെ സ്റ്റാർ ഊരിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പിലെ 4 സ്ക്രൂ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് പിസ്റ്റണ് ഊരി എടുക്കുക കേട്ടോ. ഈ കാർബറേറ്റർ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ടോ. എത്ര 3000 എത്ര 3500 അങ്ങനെ ആ റേറ്റ് വരും. 3000 റുപ്യ അങ്ങനെ ആ റേറ്റ് വരുന്നത് കേട്ടോ. ഓർമ്മയില്ല, കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. 3000 എത്ര ആണ് വരുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. ആ സൈഡിലൊക്കെ ചെറിയ പൊടി ഉണ്ട് കേട്ടോ. പൊടി പറഞ്ഞാൽ ചെറിയൊരു കറ പിടിച്ചതിനിട്ടുണ്ട്. ഒക്കെ ഇനി ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റേതായി 4 സ്ക്രൂ കൂടി ഊരി എടുക്കണം കേട്ടോ. ഇനി
നമ്മൾ അടിയത്തെ ഭാഗം ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അടിയത്തെ അവസ്ഥ ഉണ്ടോ, പുതിയ കാർബറേറ്ററാട്ടോ, അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഉണ്ടോ പൊടി പിടിച്ചിട്ട്. അപ്പം സ്ലോ ജെറ്റ് ഐ ജെറ്റൊക്കെ ഊരിയെടുത്ത് അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇനി നീഡിലിൻ്റെ ഭാഗത്തുള്ള ഈ സ്ക്രൂ ഇല്ലേ, അത് ഊരിയെടുക്കണേ. അതാ ഇത് ഊരി ഇങ്ങനെ മാറ്റണം കേട്ടോ. അതാ നമ്മളെ നീഡിലും സ്ലോട്ടും വരുന്ന കേട്ടോ. ഇനി സ്ലോ ജെറ്റും ഐ ജെറ്റും ഊരി എടുക്കണം കേട്ടോ. ഇനി ചെറിയ ഭാഗത്തുള്ള ചെറിയ ഹോൾസ് ഇല്ലേ, അതൊക്കെ ഇനി ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മളിത് ഇതും കൂടി ഊരിയെടുക്കാം കേട്ടോ. ഇതൊക്കെ അയച്ച് ഫുള്ള് ക്ലീൻ ചെയ്യണം കേട്ടോ. ഓരോ ഹോൾസും കാര്യങ്ങളൊക്കെ കണ്ടോ, ചെറിയ ചെറിയ ഹോൾസുകൾ ഒക്കെ ഇനി പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ സ്ലോ ജെറ്റും ഐ ജെറ്റും ഒക്കെ ഊരിയെടുത്തിട്ടുണ്ടോ. അപ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്യണം കേട്ടോ. ചെറിയ ചെറിയ ഹോൾസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി പെട്രോൾ വെച്ചിട്ടാട്ടോ ക്ലീൻ ചെയ്യാൻ പോണേ. പിന്നെ ഒരു ചെമ്പ് കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ചെമ്പ് കമ്പി പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഹോൾസൊക്കെ അല്ലേ, അതിൽ എന്തെങ്കിലും കുടുങ്ങിക്കൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ കേട്ടോ ആദ്യം ഫസ്റ്റ് ക്ലീൻ ചെയ്യണേ. ചെറിയ ചളി കാണുന്നത് അപ്പോൾ ഇനി ക്ലീൻ ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. ഇനി കാർബറേറ്ററിൻ്റെ ആ പുറം ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. നല്ലോണം ഡീസലും ബ്രഷും വെച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ പുറമെ കേട്ടോ. ഉള്ളിൽ നമ്മൾ പെട്രോളിനോടാട്ടോ ക്ലീൻ ചെയ്യുക. നമ്മളെ കാർബറേറ്ററിൻ്റെ പുറം ഭാഗം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഡീസലടിച്ചൊന്ന് കഴിയാതി കേട്ടോ. കാർബറേറ്ററിൻ്റെ പുറം ഭാഗം നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പരമാവധി പുറം ഭാഗമൊക്കെ നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉൾഭാഗമാണ് ഇനി ക്ലീൻ ചെയ്യാനുള്ളത് കേട്ടോ. അത് മറ്റേ ബാക്കൻ പിസ്റ്റൺ വരുന്ന ഭാഗമാണ്, ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ക്ലീൻ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഈ ഭാഗം അടിയിലുണ്ടല്ലോ, ഇവിടെ കുറച്ച് പൊടിയുണ്ട്, അതൊക്കെ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഇനി അതാ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ പോകാം കേട്ടോ. ഇനി വണ്ടി പറഞ്ഞാൽ വണ്ടി പെയിൻ്റ് ഒന്നും കൂടി അടിപ്പിക്കണം കേട്ടോ. കളറൊന്ന് ലൈറ്റ് റെഡ് ആക്കിയിട്ട് അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടേ ഇതൊക്കെ
പോയിട്ടുണ്ട്. അപ്പോൾ സീറ്റ് വെച്ച ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഒരു സ്റ്റിക്കർ വരും, അത് ഒട്ടിക്കാൻ മറന്നുപോയി കേട്ടോ. ഇവിടെ ഒരു ചെറിയ തുരുമ്പ് പോലെ കയറുന്നുണ്ട്. തുരുമ്പല്ല, പെയിൻറ്റ് പോയിട്ട് ഒരു ഇതായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഉള്ളൊക്കെ ക്ലീൻ ചെയ്താൽ കേട്ടോ. അതിപ്പോൾ ഒന്നുകൂടി നാശമായിട്ടുണ്ട്, ഒന്നുകൂടി ക്ലീൻ ചെയ്യും കേട്ടോ നല്ലോണം. അടുത്ത് തന്നെ വണ്ടി പെയിൻറ്റിങ്ങിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. വണ്ടി ഫുൾ പെയിൻറ്റിങ് ആണ്. ഫുൾ പെയിൻറ്റിങ് പറഞ്ഞാൽ ബാക്ക് ബോഡി ഇല്ല കേട്ടോ. ബാക്ക് ബോഡി ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ നല്ലതാണ്. അതേപോലെ തന്നെ എൻജിനും 2 വീലും പിന്നെ ടാങ്കും കിറ്റും കേട്ടോ അടിക്കണേ. പിന്നെ സൈലൻസർ അടിക്കുന്നുണ്ട്. അത് ഈ ബോഡിയും ഇവിടുത്തെ ഈ സൈഡ് ബോഡി മാത്രമാണ് പെയിൻ്റ് അടിക്കാത്തത്, ബാക്കിയെല്ലാം പെയിൻ്റ് അടിക്കും കേട്ടോ. ഈ ഹോൾസ്, ഈ ജെറ്റുകൾ വരുന്ന ഈ ഹോൾസുകളില്ലേ, അത് മൊത്തം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്ലീനാക്കി എടുക്കാനുള്ളതാ ജെറ്റിൻ്റെതാ ഈ ഹോൾസ്, അതേപോലെ തന്നെ ഇതൊക്കെ കേട്ടോ ക്ലീൻ ചെയ്ത് എടുക്കാനുള്ളത്. ഇനി 3 എണ്ണം കൂടി ക്ലീൻ ചെയ്തെടുത്താൽ കാർബറേറ്ററിൻ്റെ ഏകദേശം പണി കഴിയും കേട്ടോ. ചെമ്പ് കമ്പിയൊക്കെ വെച്ചിട്ട് ഈ ചെറിയ ചെറിയ ഹോൾസ് ഇല്ലേ, അത് ക്ലീനാക്കി എടുക്കുക കേട്ടോ. നമ്മളതാ നീഡിൽ ക്ലീൻ ചെയ്യുക കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ പൊടികളാട്ടുള്ളത് അതൊക്കെ ഇനി ക്ലീൻ ചെയ്തിട്ട് ഒഴിവാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, നമ്മളെ വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല കേട്ടോ. കാർബറേറ്റർ ഇൻസുലേറ്റർ കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങി, നമ്മളെ പഴയത് ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ എന്താ പറയുക, ഇനി കൊടുക്കുമ്പോൾ എന്താ പറയുക, കൊടുക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പുതിയ വാങ്ങി കേട്ടോ. ചെറിയൊരു ഉറപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അത് റേറ്റ് വരുന്നത് പറഞ്ഞാൽ 48 രൂപ കേട്ടോ അതിന്. ഇൻസുലേറ്ററിന് റേറ്റ് വരുന്നത്. കാർബറേറ്റർ ഫുള്ള് അയച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ജെറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ കാർബറേറ്റർ അയച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് കൊടുക്കണം കേട്ടോ അത്. അപ്പം ഇത് ഫുള്ള് എന്താ പറയുക, പൊടിയൊക്കെ പിടിച്ച് നാശമായി കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഡീസൽ വെച്ചിട്ടാണ് പുറമെ ക്ലീൻ ചെയ്ത്, ഉള്ളിൽ നമ്മൾ പെട്രോൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. നമുക്ക് ഇനി ഓരോന്നായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം തന്നെ നീഡിലാട്ടോ ഫിറ്റ് ചെയ്യണം ആദ്യം. ഈ ജെറ്റുകളാട്ടോ ഞാൻ കൊടുക്കുന്നത്. നമ്മളെ ലാസ്റ്റ് ഇതാട്ടോ, നമ്മളെ പരിപാടിയൊക്കെ കഴിയാനായിട്ടുണ്ട്. നമ്മളെ വേക്കം വെസ്റ്റിന് ഇതിലേക്ക് ഇടുക കേട്ടോ.
കാർബേറ്ററിൻ്റെ ക്ലീനിങ് വർക്കുകൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യണം. ഉടനെ നമ്മൾ ഇൻസുലേറ്റർ കാർബേറ്ററിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ എയർ ഫിൽറ്ററിൽ വരുന്ന ഒരു ചെറിയൊരു ഇതുണ്ട്, അവിടേക്ക് കേട്ടോ കൊടുക്കേണ്ടത് ആദ്യം. പിന്നെ നമ്മൾ ഈ ഇൻസുലേറ്റർ വരുന്ന ഇവിടെയും കുടുക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കാർബേറ്റർ കുടുക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഇതാ ഈ സ്ക്രൂകളൊക്കെ ടൈറ്റ് ആക്കി കൊടുക്കുക. ഇപ്പോൾ അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. സ്ക്രൂകളൊക്കെ ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. കാർബേറ്ററിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത പെട്രോൾ പൈപ്പിൻ്റെ എന്താ പറയുക, പെട്രോൾ പൈപ്പ് മാറ്റണം കേട്ടോ. പുതിയ ഇതാണ് ടാങ്കിൽ നിന്ന് മറ്റേ കാർബേറ്ററിൽ വരുന്ന പൈപ്പാട്ടോ അത്. ഇതിനത്ര 22 രൂപ എങ്ങാണ് റേറ്റ് വരുന്നത് കേട്ടോ. 21 രൂപ. നമ്മളെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം